കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കഞ്ചാവ് എത്തിച്ചവർ പിടിയിൽ. ഇതര സംസ്ഥാനക്കാരായ അഹിന്ദ മണ്ഡൽ, സുഹൈൽ എന്നിവരാണ് അറസ്റ്റിലായത്. 4 പാക്കറ്റ് കഞ്ചാവ് എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് പറയുന്നു. കളമശ്ശേരി പോലീസിനും ഡാൻസാഫിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയാണ് കോളേജ് ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നത്. കോളേജ് ഹോസ്റ്റലിലെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഒരു മുറിയിൽ നിന്ന് മാത്രം 1.9 കിലോ കഞ്ചാവ് കണ്ടെത്തി. മറ്റൊരു മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് കൂടി പിടികൂടി. കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നാണ് 1.9 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നാണ് 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. കോളേജ് ഹോസ്റ്റലിൽ 7 തവണ കഞ്ചാവ് എത്തിച്ചെന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു. UPI വഴി 16,000 രൂപയാണ് കഞ്ചാവിനായി ഇടനിലക്കാർക്ക് കൈമാറിയത്. 6 മാസങ്ങൾക്ക് മുൻപാണ് ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ തുടങ്ങിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അറസ്റ്റിലായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനുരാജിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ആഷിഖ്, ഷാലിഫ് എന്നിവർക്കാണ് കഞ്ചാവ് വാങ്ങിയതിന്റെ പണം കൈമാറിയത്. 6 മാസം മുൻപാണ് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചത്. ഇരുവരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാത്രമല്ല ലഹരി വിപണനം നടന്നതെന്നാണ് പോലീസ് സൂചന നൽകുന്നത്. അതിനാൽ സമീപത്തെ മറ്റു കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. UPI ഇടപാടായി പണം കൈമാറിയെന്ന പ്രതികൾ മൊഴി നൽകിയിരുന്നു. നിലവിൽ 6 പ്രതികളാണ് അറസ്റ്റിലായത്. ആവശ്യപ്പെട്ടാൽ ഏത് സമയത്ത് വേണമെങ്കിലും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കാൻ ഒരു സംഘം തയ്യാറായിരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു ഗ്യാങ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്.